തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിന് സമീപം പ്രതിഷേധിച്ച SFIക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. റോട്ടറി ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത്. ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളുമായി ജിബിൻ, തലസ്ഥാനത്തെ ആ സംഘർഷ സാഹചര്യങ്ങൾക്ക് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ടോ? ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അത് തുടരുകയാണോ ഇപ്പോഴും? തന്നെയാണ് ഗവർണർ പങ്കെടുക്കാൻ ഔദ്യോഗിക പരിപാടിക്കായാണ് ഗവർണർ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നത്. ഈ പരിപാടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് എന്നല്ല, ഒരു കാലത്തും കേരളം കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ് കേരളത്തിൽ നിന്ന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. നിലവിൽ ഏകദേശം 1.5 മണിക്കൂറാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കടവരാന്തയിൽ കുത്തിയിരുന്ന തനിക്കെതിരെ പ്രതിരോധം തീർത്ത SFI പ്രവർത്തകർക്കെതിരെ FIR എടുക്കണമെന്ന ആവശ്യവുമായി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. അതിനുശേഷം അദ്ദേഹം അവിടുത്തെ സമീപത്തുണ്ടായിരുന്ന ഔദ്യോഗിക പരിപാടിക്ക് ശേഷം അദ്ദേഹം എത്തിയത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ എത്തിയത് കവടിയാറിലെ രാജ്ഭവനിലേക്കാണ്. അവിടെ നിന്ന് ഏകദേശം 3:45 കൂടിയാണ് അദ്ദേഹം തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയത്. ഇതിന് അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിലമേലിൽ നിന്ന് നേരെ എത്തുമെന്ന് അറിയിച്ചിരുന്ന തൈക്കാടാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി തന്നെ SFI പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിലായി SFI പ്രവർത്തകർ അതായത് റോഡിൽ കുത്തിയിരുന്ന് ക്ഷീണിച്ചു വരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് മോര് നൽകി അദ്ദേഹത്തിന് ഒരു ആശ്വാസം നൽകാൻ എന്ന ആ ഒരു പുതിയൊരു സമര രീതിയുമായാണ് SFI പ്രവർത്തകർ ഇവിടെ എത്തിയത്. പക്ഷേ അവരുടെ കയ്യിലൊക്കെ തന്നെ കുപ്പിയിലും പ്ലാസ്റ്റിക് കവറിലും ഒക്കെ ആയിട്ടാണ് മോരുമായി പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ എത്തിയത്. ഇവരെ ആദ്യമേ തന്നെ ഇവിടെ എത്തിയ പോലീസ് മാറ്റിയിരുന്നു. പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി എന്നുള്ള വിവരം ഇവിടെ ലഭിച്ചപ്പോൾ തന്നെ അതായത് ഈ റോഡിന്റെ പല ഭാഗത്തു നിന്നുമായി പ്രവർത്തകർ ഒന്നിച്ച് ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവിടെ സമീപത്തൊക്കെ തന്നെ ചെറിയ ഇടറോഡുകളുണ്ട്. ഈ റോഡിലേക്കൊക്കെ മാറി നിന്ന പ്രവർത്തകർ കയ്യിൽ കരുതിയിരുന്ന കരികൊടികളുമായി എത്തി. പക്ഷേ പോലീസിന്റെ വൻ സന്നാഹം തന്നെ ഇവിടെ ആ ഒരു സമയത്തുണ്ടായിരുന്നു. പ്രവർത്തകരെ പോലീസ് മുൻകൂട്ടി തന്നെ കസ്റ്റഡിയിലെടുക്കുകയും പോലീസിന്റെ വാഹനങ്ങളിലൊക്കെ തന്നെ അതായത് പോലീസിനെ കാണാൻ കഴിഞ്ഞ പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസിന്റെ വാഹനങ്ങളിലേക്കൊക്കെ തന്നെ ആ സമയം അവർ മാറ്റിയിരുന്നു. പക്ഷേ ഗവർണറുടെ വാഹന വ്യൂഹം ഇവിടേക്ക് എത്തിയപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന പ്രവർത്തകരും പുറത്തുനിന്ന മറ്റ് SFI പ്രവർത്തകരും കരികൊടിയുമായി എത്തി സംഘി ഗവർണർ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം മുഴക്കുകയും ഗവർണർക്ക് നേരെ അതായത് പോലീസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഗവർണർക്ക് നേരെ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൃത്യമായ മുന്നൊരുക്കത്തോട് കൂടി തന്നെ പോലീസ് ഇവിടേക്ക് എത്തുന്ന ഗവർണർക്ക് സുരക്ഷ ഒരുക്കാനുള്ള തീരുമാനങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്താണെന്ന് അതായത് ഈ സമീപത്തൊക്കെ തന്നെ പല റോഡുകളൊക്കെ തന്നെയുണ്ട്. ഈ ഒരു റോഡിൽ നിന്ന് പ്രവർത്തകരൊക്കെ തന്നെ ഒരുമിച്ചെത്തിയപ്പോൾ പല ഭാഗത്തു നിന്ന് എത്തിയപ്പോൾ പോലീസിന് എവിടെ നിന്ന് ആരെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത് എന്നുള്ള ഒരു ആലോചിക്കേണ്ട ഒരു സമയം പോലും ലഭിച്ചില്ല. അതിനു മുമ്പ് തന്നെ ഗവർണറുടെ വാഹന വ്യൂഹം എത്തുകയും പ്രവർത്തകർ ആ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഗവർണർ ഇപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം രാജ്ഭവൻ മുൻകൂട്ടി അറിയിച്ചിരുന്ന ഔദ്യോഗിക പരിപാടിക്കായാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 4:15 അദ്ദേഹം ഒരു 4:30 കൂടി തന്നെ ഇവിടുത്തെ പരിപാടികൾ അവസാനിച്ച് പുറത്തേക്ക് ഇറങ്ങും. ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗവർണറിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പോകുന്നത് നേരത്തെ പറഞ്ഞിരുന്ന കവടിയാറിലെ റോട്ടറി ക്ലബിന്റെ പരിപാടിക്കാണ്. അദ്ദേഹം 5 മണിയോട് കൂടി അവിടേക്ക് എത്തും. ഈ തിരിച്ചു പോകുന്ന വഴിക്കും ഗവർണറിന് നേരെ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഹർഷ പറയാം, അതായത് 16 ലക്ഷത്തോളം വരുന്ന SFI പ്രവർത്തകരെ ഒരുമിച്ച് ഇറക്കിക്കൊണ്ടുള്ള ഒരു സമരം പോലും ഗവർണർക്ക് നേരെ ഉണ്ടാകും. അതായത് SFIയുടെ സമര തീക്ഷ്ണതയുടെ ചൂടിനി ഗവർണർ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞതിന് ഏകദേശം അരമണിക്കൂറോളം പിന്നിടുന്നതിന് മുൻപാണ് ഗവർണർക്ക് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ ഗവർണറിനും വലിയ രീതിയിലുള്ള കരിങ്കൊടി പ്രതിഷേധം നേരിടേണ്ടി വന്നത്. എന്തായാലും ഗവർണർ ഈ പരിപാടി കഴിഞ്ഞ് തൈക്കാട് നിന്ന് കവടിയാറിലേക്ക് പോകുന്ന വഴികളിലൊക്കെ തന്നെ ഗവർണറിന് നേരെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ അതായത് ഗവർണറിന് നേരെ ഭീഷണിയുണ്ടെന്നും അദ്ദേഹത്തിന് നേരെയുള്ള സമരം വർദ്ധിച്ചു വരികയാണെന്നുള്ള സാഹചര്യമൊക്കെ കണക്കിലെടുക്കുകയും അദ്ദേഹം കേന്ദ്രമന്ത്രി അമിത്ഷായുടെ സെക്രട്ടറിയൊക്കെ തന്നെ നേരിട്ട് വിളിച്ച് പരാതി അറിയിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് കേന്ദ്ര വിസറ്റ്+ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവന്റെയും ഗവർണറിന് നേരെ വിസറ്റ്+ സുരക്ഷ വർദ്ധിപ്പിക്കും.